എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ കഥ കേൾക്കാം. മാമ്പഴം തിന്ന് സന്തുഷ്ടരാകുകയും. ഒരാൾക്ക് മാമ്പഴം തിന്നുവാൻ വളരെയധികം ആഗ്രഹം. വളരെയധികം സന്തോഷത്തോടു കൂടി അയാൾ ഒരു മാമ്പഴത്തോട്ടത്തിലേക്കെത്തി. നൂറുകണക്കിന് മാവുകൾ, അതിൽ ആയിരക്കണക്കിന് മാമ്പഴം. അങ്ങനെ അയാൾ ആ തോട്ടത്തിലെത്തി. അയാൾ പക്ഷേ മാമ്പഴം കഴിക്കുവാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് ഓരോ മാവുകളും എണ്ണുവാൻ തുടങ്ങി. ആ തോട്ടത്തിലാകെ എത്ര മാവുകളുണ്ട് എന്ന് എണ്ണുന്നു. ആ മാവിന് എത്ര ശാഖകളുണ്ട്, എത്ര ശിഖരങ്ങളുണ്ട് എന്ന് എണ്ണുന്നു. അതിൻ്റെ ഇലകളുടെ വലിപ്പങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു. എത്ര ഇലകളുണ്ട് എന്ന് സഹിതം പോലും എണ്ണുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൂഢനായ ഒരു വ്യക്തി. ഈ വ്യക്തി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. എങ്ങനെയെന്ന് ചിന്തിച്ചാൽ, ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരും ജന്മമെടുത്തത് ഈശ്വരനെ അറിയുവാനും ഈശ്വരനെ പ്രാപിക്കുവാനും വേണ്ടിയാണ്. മാമ്പഴം തിന്നുവാൻ തോട്ടത്തിൽ എത്തിയതുപോലെ ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ എത്തിയത്. എന്നിട്ട് മാമ്പഴം തിന്നുവാൻ ശ്രമിക്കാതെ അതിൻ്റെ ശിഖരങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ മാവുകളുടെ എണ്ണത്തെ പറ്റിയിട്ടും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെ ഈ ഭൂമിയിലെത്തിയിട്ട് ഓരോ വിഷയങ്ങളിലേക്കും കടന്നു ചെന്ന് ആ വിഷയങ്ങളെ നാം സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ ഇറങ്ങി തിരിച്ച് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിൽ കൊണ്ടിട്ടിരിക്കുകയാണ്, അതിൽ ഉടക്കിപ്പോയിരിക്കുകയാണ്. അതിൽ നിന്ന് വേർവിടുവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മനസ്സിനും സാധ്യമാകുന്നില്ല. അതുപോലെയാണ് തോട്ടത്തിലെ മാവുകളുടെ എണ്ണവും ഇലകളുടെ എണ്ണവും എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ വിഷയങ്ങളിലും ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും വ്യാപൃതനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത്, എന്തിനു വേണ്ടിയിട്ടാണോ ഒരു മനുഷ്യൻ തോട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്, അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തതെന്ന ഉദ്ദേശ ലക്ഷ്യം പോലും നമ്മൾ മറന്നു പോവുകയാണ്. ഈശ്വരനാകുന്ന മാമ്പഴത്തെ പ്രാപിക്കുവാനാണ്, കഴിക്കുവാനാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് ആ ലക്ഷ്യത്തെ മറന്നു പോകാതെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാൻ നാം എല്ലാവരും തയ്യാറാകണം. ഈശ്വരനെ അറിയുവാൻ വിവിധ മാർഗങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ മാർഗങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ച് നമുക്ക് ഭഗവാനെ അറിഞ്ഞ് ഭഗവാനായി സ്വയം മാറാം. നമസ്കാരം.